5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നീ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തില് ഞാൻ ഈ ഈശ്വരമംഗലത്തേക്ക് മടങ്ങി വരാൻ പോവാ. അവളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ആരാണ് അവളുടെ വിചാരം? നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണമല്ലേ? നടക്കില്ല. നിന്റെ നിഴല് പോലും ഈ വീട്ടുമുറ്റത്ത് പതിയാൻ ഞാൻ അനുവദിക്കത്തില്ല. ശിവാനിയുടെ നിഴല് പോലും വീഴാൻ നീ അനുവദിക്കില്ല അല്ലേ? ശരിയാക്കി തരാം. നിന്റെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങള് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ പ്രണവ്. നീ ഒറ്റൊരുത്തി എൻ്റെ ജീവിതം നശിപ്പിച്ച ശിവാനി. അമ്മയായിട്ട് എൻ്റെ കുപ്പിയും പൊട്ടിച്ചു പോയി. എല്ലാം പോയി. പ്രണവ്, പ്രണവ്, നീ എന്തിനാടാ ഈ നേരത്ത് കയറി കിടക്കുന്നേ? ഒന്നുമില്ല, എല്ലാത്തൊരു ക്ഷീണം. മനസ്സിലായി, നീ കുടിച്ചിട്ടുണ്ടല്ലേ? സോറി ആന്റി, പറ്റിപ്പോയി. കുടിക്കല്ല, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? സാരമില്ലടാ മോനെ. കുടിച്ചൂന്ന് കണ്ട ഉടനെ നിന്റെ അമ്മ ചെയ്ത പോലെ തല്ലാനോ കുപ്പി എറിഞ്ഞു പൊട്ടിക്കാനോ ഒന്നും ഞാൻ വരില്ല കേട്ടോ. ദേ, അത് നിന്റെ ജീവിതം നശിച്ചു കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. നിന്റെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സങ്കടങ്ങളൊക്കെ മറക്കാൻ ഇതല്ലാതെ വേറെ എന്താ വഴി? നിന്റെ സ്ഥാനത്ത് വേറെ ഏത് ആമ്പിളരായാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. ആന്റി എങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയല്ലോ, അത് മതി. അത്രയ്ക്ക് ദ്രോഹം ആന്റിയാ ശിവാനി ചെയ്യുന്നത്. ഇന്നലെ അവൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതേ ഉള്ളൂ. ഭീഷണിപ്പെടുത്തിയെന്നോ? എടാ, പിന്നെ അവള് നന്നായെന്നൊക്കെ പറയുന്നതോ? ചുമ്മാ നുണ പറയുന്നതല്ലേ അവള്. സർവ്വതും അഭിനയ ആന്റി അവളുടേത്. എടാ, ഇനി സത്യത്തിൽ അവള് നന്നായതാണെങ്കിലോ? എന്റെ പൊന്നോ, വേണ്ടായേ. നന്നായാലും വേണ്ട, നന്നായില്ലെങ്കിലും വേണ്ട. എങ്ങനെയെങ്കിലും അവളൊന്ന് ഒഴിവായി കിട്ടിയാ മതി. എടാ, ഇങ്ങനെ കുടിച്ചു കുടിച്ച് നശിച്ചു എന്ന് കരുതി ശിവാനിയെ ഒഴിവാക്കി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഡാ, നിനക്ക് അവളെ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല എങ്കിൽ ഡിവോഴ്സ് ചെയ്യാനുള്ള വഴി നോക്കുന്നേ. അതിനല്ലേ ഏട്ടനും കൂടെ വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചേ. പക്ഷെ എന്തായെന്ന് ഒരു പിടുത്തവും ഇല്ല. ഒരു കുന്തോ ആവാൻ പോകുന്നില്ല. എടാ, ആ നിധി ശിവാനിയെ തിരിച്ചിവിടേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചവളാ. അവളുടെ ഡിവോഴ്സിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിന്നെ സഹായിക്കുമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ നീ പമ്പര വിഡ്ഢിയാണെന്നേ ഞാൻ പറയൂ. നീ എന്നെയാണല്ലോ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എങ്കി പ്രണവേ, നിനക്ക് ഉപകാരമുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞാ നിനക്ക് അനുസരിക്കാൻ പറ്റുമോ? ശിവാനി എന്നേക്കുമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ ആന്റി എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. ഞാനത് നിന്നോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഞാൻ എന്റെ വക്കീലുമായിട്ട് നിന്റെ കാര്യമൊന്ന് സംസാരിച്ചിരുന്നു. നിനക്ക് ഇപ്പൊ തന്നെ ആ വക്കീലിനെ പോയൊന്ന് കാണാൻ പറ്റുമോ? അയാളുടെ നമ്പറും ലൊക്കേഷനും നിന്റെ ഫോണിലേക്ക് ഞാൻ അയച്ചുതരാം. ഇപ്പോഴോ? ഈ കോലത്തിലത്? എടാ, അത് കുഴപ്പമൊന്നുമില്ല. നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകാൻ നോക്ക്. ഞാൻ ആ വക്കീലിനെ വിളിച്ച് ഒന്നുകൂടെ കാര്യങ്ങളൊക്കെ പറയാം. പോയ കാര്യം നടക്കൂ? എടാ, അത് ഉറപ്പാ. എത്രയും പെട്ടെന്ന് തന്നെ ലീഗലി നിനക്ക് ഡിവോഴ്സ് വാങ്ങിച്ചു തരുമോ ആ വക്കീല്? എന്തു പറയുന്നു? നീ പോകുന്നോ ഇല്ലയോ?